ചലച്ചിത്ര നിർമ്മാതാവ് ശ്രീ ജി സുരേഷ് കുമാർ നമ്മോടൊപ്പം ശരിയാണ്. സുരേഷ് കുമാർ, മലയാളികൾക്ക് നികത്താനാകാത്ത നഷ്ടം, അത്രമേൽ സങ്കടക്കടലിലാണ് മലയാളികൾ. അത് ചലച്ചിത്ര ആസ്വാദകരായി കഴിഞ്ഞാലും കഥകളും നോവലുകളിലൂടെയും എഴുത്തിൻ്റെ മറ്റ് ശാഖകളിലൂടെയും അദ്ദേഹത്തെ അടുത്തറിഞ്ഞവരൊക്കെയും ഈ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. കാരണം അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു MT എന്ന രണ്ടക്ഷരം മലയാളികൾക്ക്. എങ്ങനെയാണ് അദ്ദേഹത്തെ താങ്കൾ ഓർത്തെടുക്കുന്നത് ഇപ്പോൾ? ഞാൻ MT സാറിന്റെ ബുക്കുകൾ വായിച്ചാണ് ഈ വായന തന്നെ തുടങ്ങുന്നത്. MT സാറിന്റെ ബുക്കുകളിലൂടെയാണ് ഞങ്ങളുടെ വായനയൊക്കെ തുടങ്ങുന്നത്. അപ്പം എത്രയോ കൊല്ലം വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാറിനെ വെച്ചൊരു സിനിമ ചെയ്യുക, സാറിന്റെ ഒരു സ്ക്രിപ്റ്റ് സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് 78 ഞാൻ കണ്ട സിനിമ നീലത്താമര എന്ന് പറഞ്ഞ സിനിമ. അന്ന് ഞാനതൊരു 8-10 പ്രാവശ്യം ഞാൻ അന്ന് തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയാണ്. 78 76 എനിക്ക് ആ സമയം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ ആ സിനിമ ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും കണ്ടു കാണും. അപ്പൊ അത് നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ വന്നിട്ടാണ് ആ സിനിമ സാറിന്റെ ഒരു പുതിയ സബ്ജക്ട് സാറിനെ കൊണ്ട് എടുക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമായതുകൊണ്ട് ഇങ്ങനൊരു പ്രപ്പോസൽ സാറിന്റെ അടുത്ത് സൂര്യ കൃഷ്ണമൂർത്തി വഴി മുമ്പോട്ട് വെച്ചപ്പോൾ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് അതിന് ചെറിയ തിരുത്തലുകൾ വരുത്തി അദ്ദേഹം പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ആ പടം ചെയ്യാൻ സമ്മതിക്കുക. അങ്ങനെ ഒരു സിനിമ ലാൽ ജോസ് സംവിധാനം ചെയ്ത ഒരു സിനിമ നീലത്താമര എന്ന് പറഞ്ഞ സിനിമ ചെയ്യുകയും ചെയ്തു. അപ്പൊ എനിക്ക് അതിനു മുമ്പ് തന്നെ സാറിനോട് ഭയങ്കര ബഹുമാനം. എന്റെ കുടുംബത്തിൽ തന്നെ ആണെങ്കിൽ എന്റെ ഭാര്യ അഭിനയിച്ച സിനിമ ഓപ്പോൾ, അത് വളരെ പ്രശസ്തമായ ഒരു സിനിമ, അവർക്ക് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടാക്കി കൊടുത്തൊരു സിനിമ. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേറെ ഉണ്ട്. എങ്കിൽ കൂടിയും സാറിന്റെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് ഏതൊരു മലയാള സിനിമയിലെ ഏതൊരു സംവിധായകന്റെയും അല്ലെങ്കിൽ നിർമ്മാതാവിന്റെയും സ്വപ്നമായിരുന്നു MT സാറിനെ കൊണ്ട് സിനിമ ചെയ്യാന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ അതിന് ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ഹരിഹരൻ സാറിനും പ്രൊഡ്യൂസറായിട്ടുള്ള PV ഗംഗാധരനുമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പടം സാറിനെ വെച്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഒരു സിനിമ ഒരു സിനിമയെങ്കിലും സാറിനെ വെച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ. സാറിനെയും അതുപോലെ ഞാൻ എപ്പോഴും എന്നും ബഹുമാനിച്ചിരുന്ന പ്രേംനസീർ സാർ, അദ്ദേഹത്തിനെ വെച്ചും സിനിമ ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ്. ഇത് രണ്ടും എനിക്ക് എന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ മറക്കാനാവാത്ത ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഈ രണ്ടുപേരെയും വെച്ച് ഓരോ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്. നസീർ സാറുമായിട്ട് എനിക്കൊരു 3 സിനിമയായിട്ട് ബന്ധപ്പെടാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായെങ്കിലും MT സാറുമായിട്ട് ഒരു സിനിമയാണ് ചെയ്തത്. അതിന് ശേഷം ഞങ്ങൾ വളരെ അടുത്തു. അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാർ ഒരു സിനിമയും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു റീമേക്ക് ആയാലും കുഴപ്പമില്ല, ഇപ്പൊ നമുക്ക് ആലോചിക്കാം ഏതാ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കാന്ന് പറഞ്ഞു. പിന്നെ അത് എങ്ങനെയോ നടന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മലയാള സിനിമയിലും സാഹിത്യത്തിനും സാംസ്കാരിക രംഗത്തും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരാണ് MT സാർ എന്നുള്ളത്. സാറിന് അവസാനമായിട്ട് ഞാനൊരു 3 ദിവസം മുമ്പ് ഞാന് സാറിനെ അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി കാണുകയും സാറിനെ കാണാൻ പറ്റി. സാറിന്റെ മരുമോനുമായിട്ട് സംസാരിച്ചു, സാറിന്റെ വൈഫുമായിട്ടൊക്കെ സംസാരിക്കാൻ എനിക്ക് പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ സാറ് സീരിയസ് ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി സാറിനെ ICU യൂണിറ്റിൽ പോയിട്ടില്ല. എനിക്ക് സാറിനെ കാണാൻ പറ്റി. സാറ് അത് മാത്രമാണ് എനിക്കിപ്പം ഒരു സമാധാനമുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് സാറിന്റെ വിയോഗം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രത്തോളം മനസ്സിൽ ഒരു നൊമ്പരപ്പാട് നൽകിയാണ് സാറ് മടങ്ങുന്നത്. എന്ന് വെച്ചാൽ എത്രയോ നോവലുകൾ സാറിന്റെ നമുക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എല്ലാ സാഹിത്യ കൃതികളും മലയാള മണ്ണിന്റെ മണമുള്ള എത്രയോ കൃതികളാണ് സാറിൽ നിന്നും ഈ നമ്മുടെ മലയാളികൾക്ക്, ലോകമെമ്പാടുമുള്ള മലയാളികൾ, കോടിക്കണക്കിനായിട്ടുള്ള മലയാളികൾ വായിച്ചു തീർത്തതും വായിച്ച് ആസ്വദിച്ചതും വായിച്ച് അത് സന്തോഷിച്ചതുമായിട്ടുള്ള എത്രയോ കൃതികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. എത്രയോ സിനിമകൾ, മറക്കാൻ പറ്റാത്ത എത്രയോ സിനിമകൾ. അതിനൊക്കെ അതുപോലൊരു ആൾ ഇനിയും നമുക്ക് ഉണ്ടാവുമോ എന്ന് എനിക്കൊരു സംശയമാണ്. സാറിന്റെ വിയോഗം എന്ന് പറഞ്ഞാൽ സിനിമാ രംഗത്ത് മാത്രമല്ല, സാഹിത്യരംഗത്തും സിനിമാ രംഗത്തും സാംസ്കാരിക രംഗത്തും എല്ലാം തീരാ നഷ്ടം എന്ന് നമുക്ക് പറയാനും, അതിലും അപ്പുറമാണ് നഷ്ടം. ഇനി ആ നഷ്ടം നികത്താനേ നമുക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സാറിന്റെ ആത്മാവിനും നിത്യശാന്തി നേർന്നുകൊണ്ട് എല്ലാ പ്രാർത്ഥനയോടും കൂടി അദ്ദേഹത്തിന്റെ ആത്മാവിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.